ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പിൻ്റെ സൂപ്പർ 8ലേക്ക് ആതിഥേയരായ അമേരിക്ക കടന്നിരിക്കുകയാണ്. പാകിസ്ഥാന് മഴവില്ലനായി ചതിച്ചിരിക്കുകയാണ്. അയർലൻഡ് അമേരിക്ക മത്സരം മഴ മൂലം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതോടെ അമേരിക്ക സൂപ്പർ 8ലേക്ക് യോഗ്യത നേടി. ഫ്ലോറിഡയിൽ മോശം കാലാവസ്ഥയാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മഴ ശക്തമായി പെയ്യുകയായിരുന്നു. ഇന്നത്തെ മത്സരം മഴ മൂലം ഉപേക്ഷിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. എങ്കിലും അല്പനേരം മഴ മാറി വെയിലെത്തിയതോടെ കളി തുടങ്ങുമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെയും മഴ എത്തിയതോടെ മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. അമേരിക്ക എന്തുകൊണ്ടും സൂപ്പർ 8ന് യോഗ്യതയുള്ള ടീമാണ്. കളിച്ച എല്ലാ മത്സരങ്ങളിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ആദ്യ മത്സരം കാനഡയെ തോൽപ്പിച്ചു. രണ്ടാം മത്സരത്തിൽ സൂപ്പർ ഓവറിലാണ് പാകിസ്ഥാനെ അട്ടിമറിച്ചത്. ഇന്ത്യയോട് തോറ്റെങ്കിലും മികച്ച മത്സരമാണ് ഇന്ത്യക്കെതിരെയും അമേരിക്ക കാഴ്ചവെച്ചത്. ആതിഥേയരായ അമേരിക്കയ്ക്ക് 4 പോയിന്റ് ഉണ്ടായിരുന്നു. അമേരിക്ക അയർലൻഡ് മത്സരം ഉപേക്ഷിച്ചതോടെ പോയിന്റ് പങ്കുവച്ചു. അതോടെ 5 പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത്. പാകിസ്ഥാന്റെ തോൽവി അമേരിക്കയോടും ഇന്ത്യയോടുമാണ്. നിലവിൽ 3ാം സ്ഥാനത്താണ് പാകിസ്ഥാനുള്ളത്. അമേരിക്ക അയർലൻഡ് മത്സരത്തിൽ അമേരിക്ക തോൽക്കുകയും അടുത്ത മത്സരത്തിൽ അയർലൻഡുമായി വമ്പൻ ജയം നേടിയാൽ പാകിസ്ഥാന് നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അതാണ് ഇല്ലാതായത്. പാകിസ്ഥാന്റെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചതോടെ പാകിസ്ഥാൻ ഇനി നാട്ടിലേക്ക് മടങ്ങാം. കഴിഞ്ഞ T20 വേൾഡ് കപ്പ് ഫൈനൽ കളിച്ച പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടം പോലും കടക്കാതെയാണ് ഇത്തവണ മടങ്ങുന്നത്. ഇത് വലിയ ദൗർബല്യം തന്നെയാണ്. പേപ്പറിൽ മികച്ച ടീമാണ് പാകിസ്ഥാനെങ്കിലും ബോളിംഗ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. എങ്കിലും ബാറ്റ്സ്മാൻമാരുടെ മോശം പ്രകടനമാണ് ടീമിനെ ഇത്തരത്തിൽ എത്തിച്ചത്. കയ്യിലെത്തിയ മത്സരം വരെ തോറ്റ പാകിസ്ഥാൻ പാക് ആരാധകരെ വരെ കലിപ്പിലാക്കിയിരിക്കുകയാണ്. ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോറ്റ് തിരിച്ച് നാട്ടിലെത്തിയാലുണ്ടാകുന്ന അവസ്ഥ ഭയാനകമാകും. കൂടാതെ ടീമിന് മൊത്തം അഴിച്ചുപണിയും ഉണ്ടാകും എന്നത് വ്യക്തമാണ്. ബാബർ അസം ക്യാപ്റ്റനായ T20 ടീമിൽ തങ്ങളുടെ ഇഷ്ടക്കാരെ മാത്രമാണ് താരം ഉൾപ്പെടുത്തുന്നതെന്നുള്ള വിവാദവും ഇതിനിടയിൽ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഒരു പൊളിച്ചുപണി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിലും പാകിസ്ഥാൻ ടീമിലും ഉണ്ടാകുമെന്നത് ഉറപ്പു തന്നെ. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.